ഇവിടെ ആയിട്ടൊരു പശു ഒളിച്ചിരിപ്പുണ്ട് ഗൈസ്. ഇപ്പം കുത്ത് കിട്ടുമെന്ന് അറിയത്തില്ല. നിങ്ങൾ ഹെവി അഡ്വഞ്ചർ കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണോ? ആ, എതിലൂടെ പോയി നിങ്ങൾ? ഇതിലൂടെ കയറിയോ? ഇതിലൂടെ കയറി ഇതിന്റെ അടിയിലൂടെയോ? പൊളിയായിരിക്കല്ലോ. ഹായ്, ഹലോ, നമസ്കാരം. അങ്ങനെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡ്, അതായത് നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡ് വന്ന് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്, എൻ്റെ ദൈവം ഇൻട്രോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജീപ്പ് കയറി വരുന്നു. നമുക്ക് നിൽക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഇൻട്രോ ഇനി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ലാസ്റ്റ് നമ്മുടെ വീഡിയോ വന്ന് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ചതുരംഗപ്പാറയിലെ കാഴ്ചകളായിരുന്നു. അത് മലനിരകളെ തഴുകി പോകുന്ന കോടമഞ്ഞിൻ്റെ മനോഹരമായ കാഴ്ചകളായിരുന്നു നമ്മൾ ലാസ്റ്റ് നമ്മൾ വന്ന് നിന്നത്. അതിനുശേഷം ഞാനും ബിൽബിയും വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നെടുങ്കണ്ടത്ത് നിന്ന് നമ്മുടെ രാമക്കൽമേട് റൂട്ടിൽ, അതായത് രാമക്കൽമേടിന് ഏകദേശം അടുത്തായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ആമപ്പാറ വ്യൂ പോയിന്റിലേക്കാണ്. കുറച്ച് ഒരു നാച്ചുറൽ അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അവിടെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രധാന വ്യൂ പോയിൻ്റ്, രണ്ട് വ്യൂ പോയിൻ്റ് ഏകദേശം അടുത്തായിട്ട് തന്നെയുണ്ട്. ഒന്ന് ഫ്ലൈറ്റ് വ്യൂ പോയിൻ്റ് ആണ്, മറ്റേ ആമപ്പാറ വ്യൂ പോയിൻ്റ് ആണ്. പിന്നെ കുറച്ച് അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഓഫ് റോഡ് ട്രക്കിങ്ങിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലത്തു കൂടിയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഓരോ ജീപ്പുകൾ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ആഷിഖ് ബ്രോ. ആഷിഖിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഇടുക്കിയിലെ യൂട്യൂബേഴ്സിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനലുകളിൽ ഒരു ചാനലാണ് നമ്മുടെ ആഷിഖ് ബ്രോയുടെ ചാനൽ. അപ്പോൾ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. എല്ലാവരും ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക, കയറുക, കാണുക, കട്ട സപ്പോർട്ട് കൊടുക്കുക. ഏകദേശം ഒരു കിലോമീറ്റർ അല്ലല്ലേ? 1 കിലോമീറ്റർ അല്ല, ഇങ്ങനെ നേരെ കാണുമ്പോൾ 1 കിലോമീറ്റർ അല്ല, ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ അതെ അതെ, ഒരു 2 കിലോമീറ്റർ കൂടിക്കോ. 2 കിലോമീറ്റർ നമുക്കങ്ങ് നടക്കാം. നമുക്ക് ഇടയ്ക്ക് ഓഫ് റോഡ് ജീപ്പൊക്കെ കയറി വരുന്നത് അതിൻ്റെ വിഷ്വലൊക്കെ എടുത്ത് നേരെ ആമപ്പറയിലേക്ക് പോകും. നമ്മൾ പതുക്കെ ക്യാമറയൊക്കെ തിരിച്ച് ചെയ്യുമ്പോൾ താഴെ ചെറിയൊരു കുളം കാണാൻ സാധിക്കും. കുളം കാണാം, പക്ഷേ അവിടെ കുളിക്കാനൊന്നും പറ്റില്ല, മൊത്തം മോശമായിട്ട് കിടക്കുകയാണ്. അപ്പുറത്തെ സൈഡ് നമുക്കൊരു പാറ കാണാൻ സാധിക്കും. ഇപ്പറേ ഉണ്ട്, പക്ഷെ നടുക്കായിട്ട് ചെറിയൊരു കുളം കാണാൻ സാധിക്കും. 2 താറാവ് ഇവിടെയുണ്ട്. നമ്മളെ കണ്ടപ്പോഴത്തേന് ഓടി അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. കണ്ടോ, ദേ അവിടെ ഒരു താറാവ് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇതെവിടെ വേണം കിടപ്പുണ്ട് കേട്ടോ. ആഷിഖ് ബ്രോ അവിടെ പേരയ്ക്ക് പറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബിൽബി താഴത്തേക്ക് പോവേ, അവിടെ നിന്നാൽ മതി. ഈ വഴിയിലൂടെ കയറി വന്ന് നമ്മളിത് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നിട്ട് ക്യാമറ പതുക്കെ ഇങ്ങനെ തിരിച്ച് നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു കപ്പത്തോട്ടം കാണാൻ സാധിക്കുക. താഴെ ഒരു വീടുണ്ട്, ഇത് കപ്പത്തോട്ട്. അപ്പോൾ കാട്ടുപന്നിയുടെ ശല്യം തടയാനായിട്ട് നമ്മുടെ കപ്പത്തോട്ടത്തിന് നടുക്കായിട്ട് ഒരു പട്ടിക്കൂട് വന്നു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു പട്ടിയുണ്ട്. അതുകൊണ്ടായിരിക്കും അല്ലേ, അതൊരു നൈസ് ഐഡിയ അല്ലോ. നമുക്കും ചെയ്താലോ? നമ്മുടെ രാമക്കൽമേട്ടിലേക്കുള്ള മെയിൻ പ്രവേശന കവാടം എന്ന് പറയുന്നത് തൂക്കുപാലമാണ്. തൂക്കുപാലത്ത് വന്നിട്ടാണ്, എവിടെ നിന്നാണ് നമ്മൾ കട്ടപ്പനയിൽ നിന്നാണെങ്കിലും നെടുങ്കണ്ടത്തു നിന്നാണെങ്കിലും മൂന്നാറിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണ് നമ്മൾ തൂക്കുപാലം വന്നിട്ടാണ് നമ്മുടെ ഈ ആമപ്പാറയിലേക്ക് കയറാനായിട്ട് വരുന്നത്. രാമക്കൽമേട് റൂട്ടിൽ വന്നിട്ട് നമ്മളിപ്പോൾ കയറിയില്ല, ഒരു മുസ്ലിം പള്ളി എടുത്തു, തോവാളപ്പടി എന്ന് പറയുന്ന സ്ഥലം. അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആ വഴി കൂടെ കയറിയിട്ടാണ് നമ്മൾ ഈ ഒരു റൂട്ടിലേക്ക് എത്തുന്നത്. സ്വന്തം വണ്ടി കൊണ്ട് വരാൻ പറ്റുകയില്ല. ഇപ്പം പോകുന്ന അതുപോലുള്ള ജീപ്പുകളുണ്ട്. ഇവിടെ ഒരു കുറച്ച് രജിസ്ട്രേഷനുള്ള ജീപ്പുകളുണ്ട്. ആ ജീപ്പുകൾ കൊണ്ട് മാത്രമേ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ നേരെ രാമക്കൽമേട് ചെല്ലുക, അവിടെ ഡ്രൈവേഴ്സിനെ അന്വേഷിക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് വരുന്നത് അവരുടെ ജീപ്പുമായിട്ട്. ഇവിടെ ആയിട്ടൊരു പശു ഒളിച്ചിരിപ്പുണ്ട് ഗൈസ്. ഇപ്പം കുത്ത് കിട്ടുമെന്ന് അറിയത്തില്ല. പാവട്ടോ, നല്ല വെയിലല്ലേ, തണൽ നോക്കി കയറി നിന്നാ കേട്ടോ. ഇപ്പോൾ കൗണ്ടർ നമുക്ക് DTPC കൗണ്ടറാണ്. അപ്പം ജീപ്പുകാർക്ക് മാത്രം ഇവിടെ പാസ്, എല്ലാ വണ്ടിക്ക് കയറാൻ പറ്റത്തില്ല. നമ്മൾ ആക്റ്റീവ് പെർമിറ്റ് കൊടുത്തിട്ടുണ്ട്. പെർമിറ്റ് കൊടുത്ത വണ്ടികൾക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ അല്ലേ? വെഹിക്കിൾ പാസ് ഉള്ള വണ്ടികൾ മാസം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിയായത്. അതെ അല്ലേ? ടെസ്റ്റ് ചെയ്ത് വെഹിക്കിൾ സ്റ്റിക്കർ, ആ സ്റ്റിക്കർ വഹിച്ച വണ്ടികൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഡ്രൈവർമാർക്ക് ഇവിടെ എക്സ്ട്രാ വണ്ടി ഓടിക്കാനുള്ള കാർഡുണ്ട്. അതെ അല്ലേ? ഫുള്ള് വേസ്റ്റാണ്. അവിടെ മൊത്തം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. കൊണ്ടുവരുന്ന കുപ്പി വെള്ളം കുടിച്ചതിന് ശേഷം ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ പഞ്ചായത്ത് മുഖാന്തരം അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർ മുഖാന്തരം ഇവിടെ ഒരു ബാസ്ക്കറ്റ് വെച്ച് മാലിന്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുപോകുമായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. പക്ഷേ അതിനുള്ള യാതൊരുവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടില്ല എന്നുള്ളത് മനസ്സിനെ വേദനിപ്പിക്കുന്നൊരു കാര്യം തന്നെയാണ്.
ആ നമ്മൾ അവിടെ കണ്ടവരാണോ? ആ മാസ്ക് വെച്ചാ മനസ്സിലാവില്ല. അപ്പൊ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അല്ലേ? ഡ്രസ്സ് മാറ്റി, അതാണ് മാസ്ക് വെച്ചു. എല്ലാവരും ഹായ് പറഞ്ഞേ. ഓക്കെ അല്ലേ? നമുക്ക് ഈ ഒരു വഴിയിലൂടെ നമുക്ക് ഇവിടെ പോകണം. അതായത് ആണ് നമ്മുടെ ആമപ്പാറ എന്ന് പറയുന്നത്. അവിടെ ചെറിയൊരു അഡ്വഞ്ചർ, ചെറുതല്ല, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു അഡ്വഞ്ചറൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അത്യാവശ്യം ടൂറിസ്റ്റുകളെല്ലാം അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ താഴത്തേക്ക് നോക്കുവാണെങ്കിൽ ചെറിയൊരു കൈവരിയും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ആമപ്പാറയുടെ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കുറേ പാറകൾ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ സ്വന്തം ആമപ്പാറ എന്ന് പറയുന്നത്. അത് നമുക്ക് അടുത്ത് നിന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു ആമയുടെ ഷേപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ ഒരു അല്പം ദൂരം നിന്ന് നമ്മൾ ഈ ഒരു പാറയെ നോക്കി കാണുമ്പം ആമയുടെ ഷേപ്പാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വഴിയിലൂടെ ഇറങ്ങി ഈ ഒരു 2 പാറയുണ്ട്. ഈ ഒരു പാറയുണ്ട്, അതുപോലെ തന്നെ അപ്പുറം ഒരു പാറയുണ്ട്. അതിൻ്റെ ഇടയിലൂടെ പാസ് ചെയ്ത് നമുക്ക് അപ്പുറം കിടക്കണം. അപ്പുറം കിടന്നിട്ട് താഴെയായിട്ട് ചെറിയൊരു കേവ് ഉണ്ട്. ആ കേവിൻ്റെ അടിയിലൂടെ കയറി ഇപ്പുറത്തേക്ക് നമുക്ക് കിടക്കണം. എന്താവും അറിയില്ല, നമുക്കൊന്ന് പോയി നോക്കാം. വീട് എവിടെയാ? വീട് എടപ്പാള്. ഇടുക്കിക്ക് ആദ്യമാണോ? അതെ അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഇടുക്കി? പൊളിയാണോ? ആമപ്പാറയുണ്ട്. ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഇടയ്ക്കൂടെ പാസ് ചെയ്ത് പോയോ? ഓക്കെ, അതെ ശരിയാണ്. ഞങ്ങളും ഒന്ന് പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒരു വർഷത്തിന് മുമ്പ് നമ്മുടെ വന്നായിരുന്നു കേട്ടോ. അപ്പം അന്ന് ഉണ്ടായിരുന്ന സജ്ജീകരണക്കാലം കൂടുതലായിട്ട് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അന്ന് നമുക്ക് ഈ കാണുന്ന കൈവരിയും കാര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പം കുറച്ചുകൂടി ഡേഞ്ചർ ആയിരുന്നു ആ സമയത്ത്. അതിനുശേഷം നമുക്ക് താഴെ കൈവരി ഫുള്ള് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അണച്ചാരം താഴത്തേക്ക് വലിയ കൊക്കയാണ്, ഒരു അണച്ചാരം താഴത്തേക്ക് പോകില്ല, സ്ലിപ്പ് ആകത്തില്ല. ആ രീതിയിലുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ വരുന്ന വ്യക്തികൾക്ക് ഇതൊരു ശരിക്കും മടുത്തു വരുന്ന വ്യക്തികൾ ഇരിക്കാൻ വേണ്ടി ഇതുപോലെ തന്നെ ഒരു ഷെഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഹെവി അഡ്വഞ്ചർ കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണോ? ആ, എതിലൂടെ പോയി നിങ്ങൾ? ഇതിലൂടെ കയറിയോ? ഇതിലൂടെ കയറി ഇതിന്റെ അടിയിലൂടെയോ? പൊളിയായിരിക്കല്ലോ. കടന്നു വരുന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അടിപൊളി. ഒരു ഹെവി അഡ്വഞ്ചർ നമ്മളിവിടെ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പം ബിൽബി പതുക്കെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ അപ്പുറത്തേക്ക് കിടക്കാൻ പോവുകയാണ്. അഫ്സൽ ബ്രോയാണ് നമ്മുടെ ആഷിഖിന്റെ കൂടെ വന്ന കേട്ടോ. അപ്പോൾ ആഷിഖിന്റെ ക്യാമറമാനാണോ സ്ഥിരമായിട്ട്? അങ്ങനെയൊന്നുമില്ല. ഓക്കെ. നമ്മുടെ ആഷിഖ് ബ്രോ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ നിലവിൽ ഇതില്ല. നമുക്ക് വണ്ണം കുറവുള്ളവരാണെങ്കിൽ ഈസി ആയിട്ട് കടന്നു പോകും. അല്പം വണ്ണം ഉള്ളവരാണെങ്കിൽ ഞെരുങ്ങി പോകേണ്ടി വരും. ഈ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ അതിസാഹസികമായിട്ട് തന്നെ നമ്മളിത് ഇവിടെ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ താഴെ ഒരുപാട് ആളുകളെ സംസാരമൊക്കെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ടൂറിസ്റ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് താഴത്തേക്ക് വലിയ കൊക്കയാണ്. എന്നാലും നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഇവിടെ കൈവരിയും കാര്യങ്ങളും നിർമ്മിച്ചുകൊണ്ട് പേടിക്കേണ്ട കാര്യം ഒന്നും തന്നെയില്ല. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് അത്യാവശ്യം നല്ല ഒരു വ്യൂ ആസ്വദിക്കാൻ സാധിക്കും കേട്ടോ. ബിൽബി അവിടെ ഇരുന്നോടാ. ഓരോരുത്തർ കടന്നു പോയിട്ടുണ്ടോ നമുക്ക് പോവാൻ? അതെയോ? ഈ ഒരു പാലന്ന് അപ്പുറത്തേക്ക് ചെറിയൊരു ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ ചെറിയൊരു കേവാണ്. അതിസാഹസികമായിട്ട് തന്നെ ഈ ഒരു കേവിലൂടെ ആളുകൾ പാസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുപേര് ദേ വഴിക്ക് പോകുന്നുണ്ട്, കുറച്ചുപേര് ഈ വഴിക്ക് പോകുന്നുണ്ട്. അവിടെ വ്യൂ ആസ്വദിക്കോ, അതിനുശേഷം റിട്ടേൺ പോരുക. ഇത് താഴത്തേക്ക് ഒരു അണച്ചട പോയിട്ടുണ്ട്. നീ ഇങ്ങനെ തന്നെ പോയിട്ട് അവിടെ ഇറങ്ങണം. പോടി. ഇത് എന്തുവാ? താഴത്തേക്ക് പോകരുത്, താഴെ ഡേഞ്ചറാണ്. നീ ഇങ്ങോട്ട് കാലിട്ടെ. ചെരുപ്പില്ലല്ലോ. അങ്ങോട്ട് കാലിട്ടെ. അങ്ങോട്ട് പതുക്കെ കാലിട്ട്. എന്റെ ചെരുപ്പ് എടുക്കണ്ടായിരുന്നു. എന്റെ ചെരുപ്പ് താഴെ പോയി എടുക്കാൻ പോലും പതുക്കെ കാലിൽ താഴത്തേക്ക് കിട്ടും.
അപ്പോൾ ഒരു ഹെവി അഡ്വഞ്ചർ കഴിഞ്ഞു കേട്ടോ. മടുത്ത് ഊപ്പാട് ഇളകി, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഒരുപാട് സ്ഥലത്ത് തൃശ്ശൂരിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വന്നു. അവർക്ക് വളരെയധികം നമ്മളോട് വളരെയധികം ഫ്രണ്ട്ലി ആയിട്ട് ഇടപെട്ടു. ഭയങ്കര ഒരു കമ്പനി ആയിരുന്നു കേട്ടോ. സോഡ നാരങ്ങളും ഉണ്ട്, അത്യാവശ്യ സാധനങ്ങളെല്ലാം തീർന്നു കേട്ടോ. അപ്പോൾ ഇത് തന്നെ നെല്ലിക്ക, ഇതന്നെ മാങ്ങ, ഇത് മാങ്ങയല്ലേ? നെല്ലിക്കയുടെ വെള്ളത്തിനകത്ത് സോഡ ഒഴിച്ചു തരൂ, പൊളി സംഭവിക്കും. ഇത് എൻ്റെ സ്പെഷ്യൽ നെല്ലിക്ക വെള്ളത്തിൽ സോഡ ഒഴിച്ച് പൊളി സംഭവം. ഇങ്ങനെ കൊടുക്കാനുണ്ടോടാ? ഇടയ്ക്കെല്ലാം ചിലവർ ചോദിക്കാൻ കൊടുക്കും, ചിലവരല്ലേ? ഓക്കെ, എന്നാൽ എനിക്കിത് ഫേവറേറ്റ് ആണ്. അവനതിനകത്തേക്ക് 2 മുളകും കൂടി ഇട്ടുണ്ട്, മൊത്തം കത്തി പോകുന്നറിയില്ല. അല്പം ഉപ്പിട്ടു. മൈ ഫേവറേറ്റ്. ആമപ്പറയിലെ വിശേഷങ്ങളൊക്കെയാണെന്ന് ഇതുവരെ നിങ്ങൾ കണ്ടത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ ഒരു മല ഇറങ്ങി മറ്റൊരു മലയുടെ മുകളിലേക്ക് നമ്മൾ യാത്ര ചെയ്യാൻ പോവാണ്. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മുടെ ഫ്ലൈറ്റ് വ്യൂ പോയിന്റ്. ഫ്ലൈറ്റിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണോ നമുക്ക് വ്യൂ ആസ്വദിക്കാൻ സാധിക്കുന്നത്, അതേപോലെ തന്നെയാണ് ഈ ഒരു മലയുടെ മുകളിൽ കയറി ഫ്ലൈറ്റ് വ്യൂ പോയിന്റിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ലഭിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. നല്ല വെയിൽ, നട്ടുച്ച സമയം കേട്ടോ. അതെ, താടി നട്ടുച്ച നേരത്ത് എന്നാടി പാട്ടെങ്ങനെ, അത് കിണറിൻ്റെ തീർത്താട്ടോ. ഇനിയിപ്പം വേറെ ഒന്നുമില്ല. ഒരു 4 വ്ളോഗൊക്കെ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ. ഈ വ്ളോഗിൻ്റെ അവസാനിപ്പിക്കുമല്ലോടി. ഇനി 1.5 വെയിൽ എന്നാ ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഫ്ലൈറ്റ് വ്യൂ പോയിന്റിലേക്ക് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയെ പോണു, സോറി കല്ല് തട്ടിപ്പോട്ടോ. ഓക്കെ, നമ്മുടെ ആഷിഖ് ബ്രോയെ ദേ മുമ്പിൽ പോകുന്നുണ്ട്. ബ്രോ മടുത്തോ? കോടയൊന്നുമില്ല, ഫുള്ള് തെളിഞ്ഞ് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് തമിഴ്നാടിൻ്റെ ഒരു ലോങ് വ്യൂ ആസ്വദിക്കാൻ സാധിക്കും. നമ്മളെ ഫ്ലൈറ്റ് വ്യൂ പോയിൻ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് റൊട്ടേറ്റ് ചെയ്യുമ്പം ഫ്ലൈറ്റിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പം എങ്ങനെയാണോ വ്യൂ, അതേപോലെ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. പക്ഷേ ചെറിയ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ഗൂഗിൾ മാപ്പിൽ സാറ്റലൈറ്റ് വ്യൂ കാണില്ലേ, അങ്ങനെ ഏകദേശം ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് തമിഴ്നാടിൻ്റെ ഏക്കർ കണക്കിന് കിടക്കുന്ന നമ്മുടെ കൃഷിപ്പാടം നമുക്ക് കാണാൻ സാധിക്കും. അവിടുന്ന് ക്യാമറ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതേ കണ്ട കേസ്, അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടി ഹൈറ്റിലുള്ള നമ്മുടെ രാമംപാറ എന്ന് പറയുന്നത് നമ്മുടെ രാമക്കൽ പാറയാണ് അതേ കാണുന്നത്. ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ക്യാമറയുടെ വ്യക്തമല്ല, നമുക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ അതിൻ്റെ ടോപ്പിലേക്ക് വന്നിറങ്ങി പോകുന്ന കാഴ്ചകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടുന്ന് ക്യാമറ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങ് ദൂരെയായിട്ട് നമ്മുടെ മുഴുവനും കുറത്തി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ക്യാമറയുടെ ചിലപ്പോൾ വ്യക്തമായെന്ന് വരില്ല. ഇതിനോട് ഏകദേശം അടുത്ത് തന്നെയാണ് നമ്മുടെ രാമംപാറ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുറുവിനും കുറുത്തിയുടെ സ്റ്റാച്ചു ഉള്ള രാമക്കൽമേടും ഇതിനോട് ഏകദേശം അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ടൈറ്റാനിക്കിലെ നായകൻ ഡിക്കാപ്രിയോ ഇടുക്കിയിൽ വന്ന് സന്ദർശിച്ച ആ ഒരു സെയിം സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു മനോഹര സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കാലാവസ്ഥ നമുക്ക് പ്രതികൂലമായിട്ട് വന്നിരിക്കുകയാണ്. ഇത്ര നേരം നമുക്ക് കട്ട വെയിലായിരുന്നു. ആ ഒരു മൂടൊക്കെ മാറി നമ്മുടെ ഗൂഗിൾ ചേച്ചി പറഞ്ഞേക്കണേനാണ് 3 മണിക്ക് മഴ പെയ്യും. അതന്നെ നമ്മുടെ ഗൂഗിൾ ചേച്ചി പറഞ്ഞിരിക്കുന്നത് 3 മണിക്ക് മഴ പെയ്യുന്നു പറഞ്ഞു. ഗൂഗിൾ ചേച്ചി പറഞ്ഞതാണ്, അച്ചട്ടാണ്, അതിലൊരു മാറ്റമില്ല. ഇപ്പം തന്നെ നനഞ്ഞ് കുളിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള വെറൈറ്റി കാഴ്ചകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആഷിഖ് ബ്രോയുടെ ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, കയറുക, കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ.